നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ ഇനം ബീൻസാണ് ഈ കാണുന്നത്. ഇവിടെ ഞങ്ങളുടെ നാട്ടിലില്ലാത്തൊരു ബീൻസാണ്. നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ ബീൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കൃഷി ചെയ്യണം. കൃഷി ചെയ്താൽ തീർച്ചയായിട്ടും നല്ല വിളവുണ്ടാവും. നല്ല സൂപ്പർ ബീൻസാണ്. ഈ ബീൻസ് കൃഷി ചെയ്യുമ്പോൾ നമുക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. അവിടെ ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. ഹൈബ്രിഡ് ബീൻസ്, വള്ളിയുള്ള ബീൻസ്, കമ്പേ കയറുന്ന ബീൻസ്, വള്ളിയെ കയറുന്ന ബീൻസ് നന്നായിട്ട് കായ്ക്കും. ഒരു 8 അടി പൊക്കത്തിൽ കമ്പ് കുത്തി കൊടുത്താൽ മതി, അല്ലെങ്കിൽ വള്ളി വിരിച്ച് കൊടുത്താൽ മതി, വള്ളി കെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഇതിനൊരു ഐഡിയ ഇല്ലാതെ ഈ കൃഷി ചെയ്തിട്ട് ഭയങ്കരമായ രീതിയിൽ താഴേന്ന് മുതൽ ഈ ബീൻസിൻ്റെ വള്ളി ഇങ്ങനെ അങ്ങോട്ട് കയറി ഒരു 8 അടി പൊക്കത്തിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കയറാൻ സ്ഥലമില്ല. ഭയങ്കരമായ ഒരു തഴപ്പ്, അതായത് ഒരു പൊളച്ച് കയറുന്ന രീതിയിലാണ് ഈ ബീൻസ് അങ്ങോട്ട് കയറുന്നത്. ഞാൻ നോക്കിയപ്പോൾ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. മുകളിൽ എല്ലാം ഇങ്ങനെ കിടക്കുക, ഒരു രക്ഷയുമില്ലാതെ. അങ്ങനെ നമ്മുടെ ബീൻസ് മുകളിലേക്ക് കയറാൻ ഒരു വഴിയില്ലാതെ വളർച്ച മുരടിച്ച് കൂട്ടിക്കെട്ടി ഇങ്ങനെ കിടക്കുക. ഇതിനിടയ്ക്ക് നിറച്ച് കായും ഉണ്ടായിട്ടുണ്ട്. ആ കാ നമ്മൾ കുറേ പറിച്ചെടുത്തു. ഇത് കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള കായ, നല്ല മുഴുപ്പുമുണ്ട്. 15 ഗ്രാമുണ്ട് ഒരു കായ. എന്തായാലും ഒരു കറിക്കുള്ളത് നമ്മൾ പറിച്ചെടുത്തിട്ട് ആലോചിച്ചു എങ്ങനെ ഈ ബീൻസ് കൃഷി വിജയിപ്പിക്കാം. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മളിതിന് മുൻപ് നമ്മുടെ മുറ്റത്ത് തന്നെ കാട്ടുപാവലും ഒക്കെ കയറിക്കിടന്ന ആ പന്തലിലേക്ക് കയറ്റി വിടാൻ പാകത്തിന് കുറേ ബീൻസ് അങ്ങോട്ട് കൃഷി ചെയ്താലോ എന്നാലോചിച്ചു. അങ്ങനെ കൃഷി ചെയ്താലോ എന്നാലോചിച്ചപ്പോൾ തന്നെ ഉടൻ തന്നെ തീരുമാനമെടുത്തു. ബീൻസ് വാങ്ങി തടമെടുത്തു, കൃഷി ചെയ്തു, നട്ടു, മുളച്ചു. ദാ നിങ്ങൾ പുറകെ കാണാൻ പോവുകയാണ് അതിൻ്റെ ആ ഷേല്. അങ്ങനെ നമ്മൾ കുറേ ബീൻസ് പറിച്ചെടുത്തത് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല വലിപ്പമുണ്ട്, നല്ല സൂപ്പർ ബീൻസ് കേട്ടോ. ഒരു മരുന്നും അടിച്ചിട്ടില്ല കേട്ടോ. പുതിയ ബീൻസ്. ഈ പുതിയ ബീൻസ് നിൽക്കുന്നത് ഒരു പന്തലിൻ്റെ താഴെയാണ്, മുറ്റത്താണ്. നമ്മുടെ മുട്ടപ്പയറും ഒക്കെ നിന്ന ആ പന്തലിലേക്ക് കയറ്റി വിടാൻ പാകത്തിന് നമ്മളിങ്ങനെ നട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മുമ്പേ കണ്ട ആ ബീൻസ് കൃഷിയേക്കാൾ ഇരട്ടിയുണ്ട് ഈ ബീൻസ് കൃഷി. നമുക്കൊന്ന് നോക്കാം ഈ ബീൻസ് കൃഷിയുടെ വലിപ്പം, ഈ ബീൻസ് കൃഷിയുടെ നേട്ടം എന്താണ്. അതിൻ്റെ പന്തൽ നമുക്ക് കാണാമല്ലോ. ആ നേട്ടം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ബീൻസ് കൃഷി മറ്റൊരു രീതിയിൽ നമ്മൾ പന്തലിൻ്റെ താഴെ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ബീൻസ് കൃഷി എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് യാതൊരു സംശയവും വേണ്ട. ഗംഭീര വിജയമായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ ബീൻസ് കൃഷി ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.